വാരപ്പെട്ടി പഞ്ചായത്തിൽ ഞാറ്റുവേലച്ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. കർഷകർക്ക് പച്ചക്കറി വിത്ത് പാക്കറ്റുകളും സൗജന്യമായി വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രദേശ് ഉദ്ഘാടനം നിർവഹിച്ചു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെയുള്ള യോഗങ്ങൾ കൂടുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളുണ്ട് എന്നിരുന്നാൽ തന്നെയും കാർഷിക മേഖല തീർച്ചയായും പിന്നോട്ട് വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഇതിന്റെ പരിണിത ഫലങ്ങളും പ്രത്യാഘാതങ്ങളും എല്ലാം നന്നായി അറിയാം. എന്നിരുന്നാൽ തന്നെ കാർഷിക മേഖലയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു യുവതലമുറയാണ് നാം ഇന്ന് കാണുന്നത്. ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിൽ തീർച്ചയായും നാം എന്തെങ്കിലുമൊക്കെ ഇനിഷ്യേറ്റീവ്സ് എടുത്തുകൊണ്ട് വരുന്ന തലമുറയെ കൂടി കാർഷിക വൃത്തിയുടെ പ്രാധാന്യവും കൃഷിയുടെ പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. ഈ ഞാറ്റുവേല ചന്തയിലൂടെ നാം ഉദ്ദേശിക്കുന്നത് കർഷകർക്ക് ആവശ്യമായ ഫലവൃക്ഷ തൈകളും പച്ചക്കറി തൈകളും അതോടൊപ്പം ഏറ്റവും ഗുണമേന്മയുള്ള തൈകൾ കൃത്യമായ സമയത്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വൈസ് പ്രസിഡന്റ് PA യൂസഫ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസി ഹാരിസ്, മെമ്പർമാരായ ബിനോയ് NV, TN ശശി, അരുൺ അയ്യപ്പൻ, MK അനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അജാസ് ഇറക്കൽ, വാരപ്പെട്ടി സഹകരണ ബാങ്ക് പ്രസിഡന്റ് AS ബാലകൃഷ്ണൻ, CDS ചെയർപേഴ്സൺ ബിനു അജയ്കുമാർ, കൃഷി ഓഫീസർ സൗമ്യ സണ്ണി, കൃഷി അസിസ്റ്റന്റുമാരായ സീജ ES, ഉനൈസ് PE തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ കൃഷിയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഞാറ്റുവേല എന്ന് പറയുന്നത്. ഈ വർഷം ജൂൺ 22 മുതൽ ജൂലൈ 4 വരെയാണ് നമ്മുടെ തിരുവാതിര ഞാറ്റുവേലയുള്ളത്. അപ്പോൾ തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ചിട്ട് നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ എല്ലാ പഞ്ചായത്തുകളിലും കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കർഷക സഭകളും അതുപോലെ ഞാറ്റുവേല ചന്തകളും സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലും ഇന്ന് ഇവിടെ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ഞാറ്റുവേല ചന്ത കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു നടീൽ കാലത്ത് നമ്മുടെ കർഷകർക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ, ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി തൈകൾ, അതുപോലെ മറ്റു ഉൽപ്പാദന ഉപാധികളെല്ലാം കർഷകർക്ക് മിതമായ നിരക്കിൽ അവരുടെ സ്വന്തം സ്ഥലത്ത് ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ ഇവിടെ ഞാറ്റുവേല ഫെസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ കൃഷി വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മൂവാറ്റുപുഴ അഗ്രോ സർവീസ് സെൻറ്റർ മുഖേനയാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് വിവിധ ഫലവൃക്ഷ തൈകൾ, അതുപോലെ പച്ചക്കറി തൈകൾ, കമുകൻ തൈകൾ, തെങ്ങിൻ തൈകൾ, ചെണ്ടുമല്ലി തൈകൾ, മറ്റ് HDP ചട്ടികൾ, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ തുടങ്ങിയവയെല്ലാം നമ്മൾ മിതമായ നിരക്കിൽ ഇവിടെ കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെ കർഷക സഭയും അതോടൊപ്പം തന്നെ നമ്മൾ ഈ മഴക്കാലത്ത് വളരെ വിനാശകരമായ രീതിയിൽ കർഷകരെ ബാധിക്കുന്ന ആഫ്രിക്കൻ ഒച്ച്, അതിൻ്റെ നിയന്ത്രണ മാർഗ്ഗങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു പരിശീലന ക്ലാസും ഒരു ബോധവൽക്കരണവും കൂടെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 100-ലധികം കർഷകർ പരിപാടിയിൽ പങ്കെടുത്തു. ആഫ്രിക്കൻ ഒച്ചിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും കർഷക സഭയുടെ ഭാഗമായി നടത്തി. ഞാറ്റുവേല കാലത്ത് കർഷകർക്ക് ആവശ്യമായ നടീൽ വസ്തുക്കളും ഉൽപാദനോപാധികളും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൃഷി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മൂവാറ്റുപുഴ അഗ്രോ സർവീസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷ തൈകൾ, തെങ്ങിൻ തൈകൾ, കമുക് തൈകൾ, പച്ചക്കറി, ചെണ്ടുമല്ലി തൈകൾ, ചട്ടികൾ, ജൈവവളം, ജൈവ കീടനാശിനികൾ തുടങ്ങിയവ വിൽപ്പനയ്ക്ക് സജ്ജമാക്കിയിരുന്നു. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പദ്ധതി പ്രകാരം പച്ചക്കറി വിത്തുകളുടെ പാക്കറ്റും കർഷകർക്ക് സൗജന്യമായി വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക്, Media 60, കോതമംഗലം.